നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണക്ടിവിറ്റിയെ പഠിപ്പിച്ചത്. കണക്ടിവിറ്റിയുടെ ഒരു തിയറം പറഞ്ഞു. അപ്പൊ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് രണ്ട് കണക്ടിവിറ്റിയാണ് ഉള്ളത്, എഡ്ജ് കണക്ടിവിറ്റിയും വെർട്ടെക്സ് കണക്ടിവിറ്റിയും. ഓക്കെ, അപ്പോൾ കണക്ടിവിറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ തുടങ്ങിയത് തന്നെ കട്ട് സെറ്റിലാണ്. കട്ട് സെറ്റും കട്ട് വെർട്ടെക്സും തമ്മിൽ ചേഞ്ച് ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത് തന്നെ കണക്ടിവിറ്റി, മെയിനായിട്ട് എഡ്ജ് കണക്ടിവിറ്റി, വെർട്ടെക്സ് കണക്ടിവിറ്റി. എഡ്ജ് കണക്ടിവിറ്റിനെ ലാംഡ ഓഫ് ജി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, വെർട്ടെക്സ് കണക്ടിവിറ്റിനെ കെ ഓഫ് ജി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. വിച്ച് ഇസ് ദ കാർഡിനാലിറ്റി എന്ന് വിളിക്കാം. കാർഡിനാലിറ്റി മീൻസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ്. എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ്. ഈ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസിന്റെ റിമൂവൽ കൊണ്ട് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകുന്നു. ആ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസിലുള്ള എഡ്ജുകളുടെ എണ്ണമാണ് എഡ്ജ് കണക്ടിവിറ്റി, ദാറ്റ് ഇസ് ലാംഡ ഓഫ് ജി. സിമിലർലി വെർട്ടെക്സ് കണക്ടിവിറ്റി അത് തന്നെ, ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ വെർട്ടെക്സ് കണക്ടിവിറ്റി സെറ്റ്. അപ്പൊ ഏറ്റവും മിനിമം സെറ്റ് ആണ് നമുക്കറിയാം കട്ട് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം സെറ്റ് ഓഫ് എലമെന്റ്സ് whose removal leaves the graph disconnected. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് പറഞ്ഞത് വെർട്ടെക്സ് V is a connected graph. അങ്ങനെയാണെങ്കിൽ there is xy path which passes through a cut vertex. അടുത്തത് ഈ കണക്ടിവിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് തിയറാണ്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഒന്നാമത്തെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് നോട്ടിലെ തിയറത്തിന്റെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തിയറം 4.7 ആണ്. 4.7ലെ സ്റ്റേറ്റ്മെന്റ് ലാംഡ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ഓഫ് ജി. രണ്ടാമത്തെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് k of g less than or equal to lambda of g. Okay. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഡ്ജ് കണക്ടിവിറ്റി cannot exceed the rho of g. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ rho of g എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. which is the smallest vertex degree. ഏറ്റവും ചെറിയ ഡിഗ്രി വരുന്ന വെർട്ടെക്സ് ആണ് റോ ഓഫ് ജി. ഇതൊരു ഗ്രാഫ് ആകുമ്പോൾ എല്ലാ വെർട്ടിസസിനും ഡിഗ്രി ഉണ്ട്. ഡിഗ്രി മീൻസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് ദാറ്റ് വെർട്ടെക്സ്. ആ വെർട്ടെക്സിന്റെ ഏറ്റവും ചെറിയ, ആ ഗ്രാഫിലെ ഏറ്റവും ചെറിയ ഡിഗ്രി ഉള്ള വെർട്ടെക്സിനേക്കാൾ ചെറുതായിരിക്കും എഡ്ജ് കണക്ടിവിറ്റി എന്നാണ് ഫസ്റ്റ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് ഫോർ എനി കണക്റ്റഡ് ഗ്രാഫ് ദ എഡ്ജ് കണക്ടിവിറ്റി cannot exceed. അതായത് ഒരിക്കലും അതിന്റെ ഏറ്റവും ചെറിയ വെർട്ടെക്സ് ഡിഗ്രിനേക്കാൾ മുകളിലാവരുത്, ബട്ട് ഈക്വൽ ആകാം. മോസ്റ്റ് ഓഫ് ദ കേസും ഈക്വൽ ആണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ, വലിയ ലെങ്തി പ്രൂഫ് ഒന്നുമല്ല. ജസ്റ്റ് കണക്ടിവിറ്റി എന്താണെന്ന് പറയുന്നു, ഡിഗ്രി ഓഫ് വെർട്ടെക്സ് എന്താണെന്ന് പറയുന്നു. ദെൻ നമുക്കൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എഡ്ജസ് നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. ഈ ഒരു വെർട്ടെക്സ് the degree of v is equal to we know that 1. അപ്പോൾ ഈ ഒരു ഗ്രാഫിലെ ഏറ്റവും ചെറിയ ഡിഗ്രി വരുന്ന വെർട്ടെക്സ് ഇതാണ്. ബാക്കി എല്ലാത്തിനും ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെ 4 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാഫിലെ ഏറ്റവും ചെറിയ ഡിഗ്രി 1 ആണ്. അപ്പോൾ നമ്മുടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വരുന്ന എഡ്ജ് കണക്ടിവിറ്റിയുടെ എണ്ണം ഡിഗ്രി ഓഫ് വെർട്ടെക്സിനേക്കാൾ വലുതാകാൻ പാടില്ല. ഈക്വൽ ആകാം, ബട്ട് നോട്ട് എക്സീഡ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഗ്രാഫിലെ ഏറ്റവും ചെറിയ കട്ട് സെറ്റ് എന്ന് പറയുന്നത് കട്ട് സെറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ഈ ഒരു എഡ്ജാണ് അല്ലെ. ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ ആ ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നുണ്ട്. നോക്കൂ, ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്ട് ആയി ഇതൊരു കമ്പോണന്റ് ആകുന്നു, ഇത് മറ്റൊരു കമ്പോണന്റ് ആകുന്നു. സോ ആ ഗ്രാഫിന്റെ കട്ട് സെറ്റിൽ വരുന്ന എഡ്ജ് ഈ കാണുന്ന നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത എഡ്ജ് ആണ്. ആ എഡ്ജിന് വേണമെങ്കിൽ നമുക്ക് ഇ എന്ന് പേര് കൊടുക്കാം. അത് സെറ്റ് ഇ. നമുക്ക് വേണ്ടത് ലാംഡ ഓഫ് ജി ആണ്. ലാംഡ ഓഫ് ജി ഇസ് ഈക്വൽ ടു ഹിയർ 1. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ലാംഡ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ഓഫ് ജി. ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കേസ് പറയുമ്പോൾ ബിക്കോസ് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാൻ കാരണം ബിക്കോസ് ലാംഡ എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും മിനിമം നമ്പർ എഡ്ജസ് വരുന്ന സെറ്റ് ആയതുകൊണ്ട് തന്നെ
we can say that which is less than or equal to rho of G. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യാം. അടുത്ത തിയറം പറയുന്നത് വെർട്ടെക്സ് കണക്ടിവിറ്റി ആയിരിക്കും എഡ്ജ് കണക്ടിവിറ്റിയേക്കാൾ ചെറുത്. ഓക്കെ, ലാംഡ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ഓഫ് ജി എന്ന് പറഞ്ഞതുപോലെ ഇനി അടുത്തത് വെർട്ടെക്സ് ഇതിനേക്കാൾ ചെറുതാണ്, അതായത് ലാംഡ ഓഫ് ജിനേക്കാൾ ചെറുതായിരിക്കും വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്രാഫ് നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിരിക്കുന്നത് കെ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ജി. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈക്വൽ ഉണ്ട്. അപ്പൊ ഈ ഇതൊരു ഗ്രാഫ്, ഇതൊരു ടു കണക്റ്റഡ് ഗ്രാഫാണ്. ടു കണക്റ്റഡ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വരാൻ കാരണം ആ ഗ്രാഫില് രണ്ട് വെർട്ടെക്സോ രണ്ട് എഡ്ജസോ റിമൂവ് ചെയ്താലാണ് ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. രണ്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ നമ്മൾ കെ കമ്പോണന്റ് എന്നൊരു ഡെഫിനിഷൻ ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണക്ടിവിറ്റി പഠിപ്പിച്ചപ്പോൾ, കട്ട് വെർട്ടെക്സ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ കെ കമ്പോണന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. രണ്ട് വെർട്ടെക്സ് കട്ട് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിനെ ടു കണക്റ്റഡ് എന്നാണ് വിളിക്കാം. അപ്പൊ ഇതൊരു ടു കണക്റ്റഡ് ഗ്രാഫാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം രണ്ട് എഡ്ജസ് റിമൂവ് ചെയ്താലാണ് ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. എഡ്ജ് കണക്ടിവിറ്റി രണ്ടാണ്. അതുപോലെ തന്നെ വെർട്ടെക്സ് കണക്ടിവിറ്റിയും ലാംഡ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ലാംഡ ഓഫ് ജി ഈക്വൽ ടു കെ ഓഫ് ജി ആണ് ആ ഗ്രാഫിൽ. അപ്പോൾ ഈ തിയറം ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് കാണാം ആ ഗ്രാഫിലെ വെർട്ടെക്സ് കണക്ടിവിറ്റിയും എഡ്ജ് കണക്ടിവിറ്റിയും സെയിം ആണ്. ഏതെങ്കിലും രണ്ട് വെർട്ടെക്സ് ഏതെങ്കിലും രണ്ട് എഡ്ജും റിമൂവ് ചെയ്താൽ മാത്രമാണ് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുന്നത്. നമുക്ക് തിയറത്തിന്റെ പ്രൂഫിൽ പോകാം. പ്രൂഫിലേക്ക് പോകുമ്പോൾ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ തിയറം 4.8 ആണ്, എട്ടാമത്തെ തിയറാണ്. വെർട്ടെക്സ് കണക്ടിവിറ്റി K of G of any graph G can never exceed the edge connectivity. Lambda of G. ഇതിന്റെ മാത്തമാറ്റിക്കൽ ഇൻഇക്വാലിറ്റി എക്സ്പ്രഷൻ ആണ് K of G less than or equal to lambda of G. അപ്പോൾ നമ്മൾ പ്രൂഫ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ലാംഡ ഓഫ് ജി 2 എന്നെടുത്തതുപോലെ ഇവിടെ കെ ഓഫ് ജിയും ലാംഡ ഓഫ് ജിയും ഈ ഗ്രാഫിൽ രണ്ടാണ്. ഓക്കെ, രണ്ട് എഡ്ജ് റിമൂവ് ചെയ്യണം, രണ്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്യണം. ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ്. ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിട്ടില്ല. ഈ ഒരു എഡ്ജ് ഇവിടെ റിമൂവ് ചെയ്യുമ്പോഴാണ് ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുന്നത്. അതുപോലെ തന്നെ അതിൽ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവില്ല. വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക അതിനോട് അഡ്ജസന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ഇൻസിഡന്റ് ആയിട്ടുള്ള എഡ്ജസും റിമൂവ് ചെയ്യണം, അല്ലേ? പോയില്ല. പിന്നെ എങ്ങനെയാണ് ഒരു വെർട്ടെക്സ് കളഞ്ഞു കേസ് വരുമ്പോൾ ഈ ഒരു വെർട്ടെക്സ് ഇവിടെ കളഞ്ഞാൽ ജസ്റ്റ് ഡിസ്കണക്റ്റഡ്. രണ്ട് വെർട്ടെക്സ് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും. വെർട്ടെക്സ് കളയുമ്പോൾ അതിനോട് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന എഡ്ജസും റിമൂവ് ചെയ്യണം. അപ്പോൾ രണ്ട് വെർട്ടെക്സ് ആയിട്ട് ഇത് ഡിസ്കണക്റ്റഡ് ആയി. അതാണ് അതിന്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി 2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഗ്രാഫ് പഴയതുപോലെ. Proof. Let lambda of G equal to ഒരു ഗ്രാഫ് എടുത്തു. ആ ഗ്രാഫിന്റെ എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് 2, 3 എന്നൊക്കെ പറയുന്നത് പോലെ I take just a number, generally take alpha. ഓക്കെ, 2, 3 എന്നൊക്കെ പറയുന്നത് പോലെ രണ്ട് എഡ്ജസ് എടുത്ത റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുമെന്ന് പറഞ്ഞതുപോലെ ആൽഫ കണക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ ആൽഫ എഡ്ജസ് റിമൂവ് ചെയ്താൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അങ്ങനെയാണെങ്കിൽ then there exists a cut sector, അല്ലേ?
അവിടെ ഒരു കട്ട് സെറ്റ് ഉണ്ടാവും. ആ കട്ട് സെറ്റിൽ എത്ര എഡ്ജസ് ഉണ്ടാവും? എഡ്ജ് കണക്ടിവിറ്റിയിലൂടെ ആൽഫ എഡ്ജസ് എന്ന് പറഞ്ഞേക്കുന്നത് സെറ്റ് ഓഫ് ആൽഫ എഡ്ജസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ആൽഫ എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് എങ്ങനെയാകും? ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി V1 and V2 ആണ്. The removal of alpha, because it's a cut set, the graph disconnected into two components. Okay, അപ്പോൾ നമ്മളിവിടെ ആൽഫ എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഡിസ്കണക്റ്റഡ് ആകുന്നത്. നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് അറ്റ്മോസ്റ്റ് ഡിലീറ്റിംഗ് രണ്ട് എഡ്ജസ് റിമൂവ് ചെയ്താൽ, അതുപോലെ രണ്ട് വെർട്ടിസസ് അറ്റ്മോസ്റ്റ് ആൽഫ വെർട്ടീസസ് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോഴും എന്ത് പറ്റും? The graph will be disconnected. Okay. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് lambda of g, അതായത് vertex connectivity of the graph is less than or equal to, അതായത് അറ്റ്മോസ്റ്റ് ആൽഫ എഡ്ജസ്, അതായത് നമ്മൾ രണ്ട് അല്ലെങ്കിൽ ഇവിടെ രണ്ട് എഡ്ജസ്, then we can see that another cut set of more than two edges. നമ്മളിവിടെ ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഈ എക്സാമ്പിളിൽ രണ്ട് എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ രണ്ട് എന്നുള്ളത് അറ്റ്മോസ്റ്റ്, അതിന്റെ മാക്സിമം അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് തന്നെയാണ്. അത്ര തന്നെ വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം, നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് വെറും രണ്ട് വെർട്ടിസസ് ആയിട്ട് മാറി. ടൈപ്പിംഗ് അവിടെ വേറൊരു കട്ട് സെറ്റിന് ഒരു ഓപ്ഷൻ വരെയില്ല ഈ ഗ്രാഫിൽ, അല്ലേ? ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിട്ട് രണ്ട് സിംഗിൾ ഐസൊലേറ്റഡ് വെർട്ടിസസ് ആയിട്ട് മാറിയത് കാണാം. അതായത് വെർട്ടെക്സ് അറ്റ്മോസ്റ്റ് ആൽഫ എഡ്ജസ് റിമൂവ് ചെയ്യുന്നത് പോലെ അതിന്റെ അത്രയും നല്ല വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ പിന്നെ ഗ്രാഫ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പറയാം വെർട്ടെക്സ് കണക്ടിവിറ്റി ആയിരിക്കും എഡ്ജ് കണക്ടിവിറ്റിനേക്കാൾ ചെറുത് അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് k of g less than or equal to lambda of g. ഈ രണ്ട് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പറിന്റെ ആണ്. ഇത് വെർട്ടെക്സ് കണക്ടിവിറ്റി, ഇത് എഡ്ജ് കണക്ടിവിറ്റി. മറ്റൊന്ന് എഡ്ജ് കണക്ടിവിറ്റിയും ആ ഗ്രാഫിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ഡിഗ്രിയും. അപ്പൊ ഇത് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇനി അടുത്ത തിയറം പറയുന്നത്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മാക്സിമം vertex connectivity one can achieve a graph G of n vertices and e edges. വെർട്ടെക്സും എഡ്ജസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ നോക്കാം. e greater than or equal to n minus 1 is the integer part of the number to e by n. That is integer part എന്ന് പറഞ്ഞാൽ the floor function of 2e by n. അതായത് ഒരു ഗ്രാഫിന്റെ മാക്സിമം വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. ഇന്റിജർ പാർട്ട് ഓഫ് 2e by n. ഞാൻ അതിന് മുമ്പ് എന്താ ഇന്റിജർ പാർട്ട് ഓഫ് 2e by n? ഒരു നമ്പറിന്റെ ഫ്ലോർ ഫംഗ്ഷൻ ഇങ്ങനെ. എന്നിട്ട് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് സീലിംഗ് ഫംഗ്ഷൻ, ഇത് ഫ്ലോർ ഫംഗ്ഷൻ. നമുക്ക് ഇവിടെ ഇന്റിജർ പാർട്ട്, ഈ ഒരു നമ്പറിന്റെ ഇന്റിജർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റിജർ പാർട്ടിനോട് മാത്രം ഈക്വൽ ആയിരിക്കും. ഇന്റിജർ പാർട്ടും ഉണ്ട്, ഡെസിമൽ പാർട്ടും ഉണ്ട്. ഡെസിമൽ എന്ന് പറയുന്നത് 0.5 ആണ്, ഇന്റിജർ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ ഇതിനെ ഫ്ലോർ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകം ഡൊമൈനും റേറ്റ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഇന്റിജർ, അപ്പൊ നമുക്ക് ഇത്ര മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റിലാണ് നമ്മുടെ നമ്പർ എങ്കിൽ which is equal to its integer part.
എക്സാമ്പിൾസ് എഴുതുന്നു. വെക്ടേഴ്സ്. അപ്പൊ നമ്മുടെ തീരത്തില് ഒരു ഗ്രാഫിന്റെ മാക്സിമം വെർട്ടെക്സ് കണക്ടിവിറ്റി നമുക്കറിയാം കെ ഓഫ് ജി എന്ന് പറയുന്നത് എത്രയാവണം? ഇന്റിജർ പാർട്ട് ഓഫ് 2e/n എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്കോട്ട് എഴുതി വെക്കാം. We have to prove that vertex connectivity ആണ് തിയറം കമ്പൈൻ ചെയ്യുന്നത്. K of G which maximum അതായത് less than or equal to അല്ലേ? The maximum vertex connectivity one can achieve a graph G of n vertices E edges is the integer part of the number 2e/n. Integer part of the number 2e/n. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. We have to prove that സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൂഫ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ഗ്രാഫ് ജി. എപ്പോഴും നമുക്ക് എപ്പോഴും സ്റ്റേറ്റ്മെന്റിൽ അസംഷൻ വേണം, ഗ്രാഫ് വേണം. അതിൽ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് ജി ആണ്. n വെർട്ടെക്സ് ഉണ്ട്, ഈ എഡ്ജസ് ഉണ്ട്. എഡ്ജസ് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n - 1 ആയിരിക്കണം. അതായത് ഇപ്പൊ നമ്മളൊരു 10 വെർട്ടെക്സ് എടുത്തു. അപ്പൊ അതിലെ എഡ്ജസ് എടുക്കുമ്പോൾ ഒരു വെർട്ടെക്സ് കുറഞ്ഞാലും ഒരു 10ൽ നിന്ന് 1 കുറച്ചാൽ 9 ആണ്. 9 വെർട്ടെക്സ് കുറഞ്ഞാൽ അവിടെ 9 എഡ്ജ് ഉറപ്പായിട്ടും വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കണം എഡ്ജുകളുടെ എണ്ണം. കേട്ടോ, വെർട്ടെക്സ് അതിന് കൂടുതലായിരിക്കണം എന്ന് കാണിക്കുന്നതാണ്, എഡ്ജുകളായിരിക്കണം കൂടുതൽ എന്ന് കാണിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n - 1 എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്കറിയാം അപ്പൊ എല്ലാ വെർട്ടെക്സുകൾക്കും നമ്മൾ എന്താണ് എഡ്ജസ് ഒക്കെ ഉണ്ടാവും, എഡ്ജുകളുടെ എണ്ണം കൂടുതലാണല്ലോ. സോ നമുക്കിവിടെ ഗ്രാഫ് കൺസിഡർ ചെയ്തു. n വെർട്ടിസസ് ഉണ്ട്, ഈ എഡ്ജസ് ഉണ്ട് അല്ലെ. എഡ്ജസിന്റെ തന്നെ പ്രത്യേകത എന്താണ്? എഡ്ജസ് ആയിരിക്കും കൂടുതൽ. അപ്പൊ നമുക്കറിയാം ഒരു വെർട്ടെക്സിൽ ഒരു എഡ്ജ് തന്നെ 2 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഒരു എഡ്ജിന് ഇപ്പൊ ഈ E1 എന്നുള്ള ഈ എഡ്ജ് ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി ആയിട്ടും ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി ആയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു തിയറം ഉണ്ട്, ഹാൻഡ് ഷേക്കിംഗ് തിയറം. ഹാൻഡ് ഷേക്കിംഗ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രാഫിന്റെ വെർട്ടിസസുകളുടെ ഡിഗ്രികളുടെ സമ്മ് അതിന്റെ എഡ്ജുകളുടെ ഇരട്ടിയായിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് സിഗ്മ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് സെമ്മിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിച്ച കാര്യമാണ് ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ അല്ലെങ്കിൽ ഹാൻഡ് ഷേക്കിംഗ് തിയറം എന്ന് പറയും. സിഗ്മ ഡിഗ്രി ഓഫ് ബി ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ഇറ്റ്സ് എഡ്ജസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി. ഇനി നമുക്കറിയാം ഈ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് 2e ആണ്. ടോട്ടൽ ഡിഗ്രി ഈസ് ഈക്വൽ ടു 2e. ഇതിന്റെ n വെർട്ടിസസിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് നമുക്കിത് ടോട്ടൽ ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി ഇങ്ങനെ കൂട്ടി വരുമ്പോൾ 2e ആണ്. അപ്പൊ നമുക്കൊരു ആവറേജ് ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് എന്തായിരിക്കും? ഒരു ഗ്രാഫിന്റെ അതായത് ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് 2e ആണ്. n വെർട്ടിസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് എന്താണ്? It's 2e/n. നമുക്കറിയാം ടോട്ടൽ ഡിവൈഡഡ് ബൈ അതായത് സം ഓഫ് ദ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദി ഒബ്സർവേഷൻസ് ആണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ സമ്മ് 2e ആണ്, അതിന്റെ നമ്പർ ഓഫ് വെർട്ടെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒരു വെർട്ടെക്സിന്റെ ആവറേജ് ഡിഗ്രി. അപ്പൊ നമുക്ക് 2e/n എന്നുള്ള ഈ ഒരു വാല്യൂവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് ഷേക്കിംഗ് തിയറം ഉപയോഗിച്ചത്. ഒരു വെർട്ടെക്സിന്റെ ആവറേജ് ഡിഗ്രി 2e/n എന്ന് നമുക്കറിയാം. മാത്രമല്ല ഡിഗ്രിയും വെർട്ടെക്സ് കണക്ടിവിറ്റി, എഡ്ജ് കണക്ടിവിറ്റി ഒക്കെ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ അതിന്റെ തിയറം കുറച്ചൊന്നും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനു മുമ്പ് ഇത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു തിയറം ഇവിടെ കോട്ട് ചെയ്യാണ്. ബൈ Pigeonhole principle. Pigeonhole principle എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരു തിയറി, ഗ്രാഫ് തിയറി ഉണ്ട്. തിയറം പറയുന്നത് അതിന്റെ വെർട്ടെക്സ് ഡിഗ്രി which is less than or equal to 2e/n എന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾ നമ്മുടെ തിയറത്തിൽ കോട്ട് ചെയ്യണം.
കോട്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് എഴുതണം. പീജിങ് ഹോൾ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു ഗ്രാഫിന്റെ അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ് മസ്റ്റ് ഹാവ് ഡിഗ്രി നോട്ട് എക്സീഡിംഗ് ദ ആവറേജ് 2e by n. റോ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2e by n എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ കോട്ട് ചെയ്യാണ്. അപ്പൊ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഓക്കെ, സോ ഇനി നമ്മൾ പ്രീവിയസ് തിയറത്തിൽ we know that എന്താണ് നമ്മൾ പഠിച്ചു വെച്ചു, lambda of g less than or equal to rho of g. ഇക്വേഷൻ നമ്പർ എ പ്രീവിയസ് തിയർ ആണ്. അതുപോലെ തന്നെ k of g less than or equal to lambda of g. ഇക്വേഷൻ നമ്പർ ബി. കമ്പൈനിങ് എ ആൻഡ് ബി, ഇവർ രണ്ടുപേരെ കമ്പൈൻ ചെയ്യുമ്പോൾ we get എന്താ കിട്ടാ, k of g less than or equal to lambda of g less than or equal to rho of g. അല്ല, ഇത് എയും ബിയും കമ്പൈൻ ചെയ്യുമ്പോൾ less than or equal to rho of g. ഇനി നമ്മൾ ഇവിടെ എന്താണ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ആ റിസൾട്ട് കൂടി കമ്പൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അഗൈൻ കമ്പൈനിങ് 1 and 2 കമ്പൈൻ ചെയ്യുമ്പോൾ ഈ റിസൾട്ടിന് എന്ന് കൊടുക്കാം, 2e by n എന്ന് കൊടുക്കാം. That is k of g less than or equal to lambda of g less than or equal to rho of g less than or equal to by Pgian Hall principle ആയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. That is 2e by n. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇനീക്വാളിറ്റി കാണുമ്പോൾ അറിയാം, which is also k of g less than or equal to 2e by n. So from this result we get k of g less than or equal to 2e by n. But we have to prove that the integer part of this number എന്നാണ്. നമുക്കറിയാം ഒരു ഗ്രാഫിന്റെ കണക്ടിവിറ്റി, എഡ്ജ് കണക്ടിവിറ്റി, ഡിഗ്രീസ് ഇവരൊരിക്കലും ഒരു ഫ്രാക്ഷൻ ആവില്ല അല്ലെ. ഗ്രാഫിന്റെ വെർട്ടെക്സ് ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 എന്ന് നമുക്ക് പറയില്ല, 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 0 ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഗ്രാഫിന്റെ എത്ര വെർട്ടെക്സ് റിമൂവ് ചെയ്താലാണ് ആ ഗ്രാഫില് കട്ട് വെർട്ടെക്സ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ 1.5 വെർട്ടെക്സ് ഇല്ല അല്ലെ, 2 വെർട്ടെക്സ് അല്ലെങ്കിൽ 1 വെർട്ടെക്സ് ഒക്കെ ആയിരിക്കും. സോ ഉറപ്പായിട്ടും ഇറ്റ് ഇസ് നോട്ട് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് must be an integer. Okay, so we can finalize this is the integer part of 2e by n. Okay, hence the theorem. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫ് ആണ്. നമുക്ക് രണ്ട് തിയറത്തിന്റെ ഈ ഒരു റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഒപ്പം ഈ ഒരു പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ ഇവിടെ കോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഹാൻഡ് ഷേക്കിംഗ് തിയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു തിയറം നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു. പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ചോദിച്ചിട്ടാണ്, അത് സബ് ഡിവിഷൻ ഒന്നുമല്ല, ഡയറക്റ്റ് 9 മാർക്കിൽ ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഇതിന്റെ പ്രൂഫ് ഇങ്ങനെ എഴുതി വരുമ്പോൾ ഈ ഹാൻഡ് ഷേക്കിംഗ് തിയറം നിങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഹാൻഡ് ഷേക്കിംഗ് തിയറം കോട്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഒരു ചെറിയ സബ് ഹെഡിങ് കൊടുത്ത് അതിന്റെ പ്രൂഫ് കോട്ട് ചെയ്തേക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2 റിസൾട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ആ 2 റിസൾട്ടുകളുടെ പ്രൂഫും കൂടി കോട്ട് ചെയ്യണം. മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ തിയറത്തിന്റെ പ്രൂഫ് കൊടുക്കേണ്ടത്. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ 3rd മൊഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. n വെർട്ടെക്സ് ഉള്ള ഗ്രാഫില് n-1 എഡ്ജസ് ആണ് ട്രീ ആവാനുള്ള പ്രോപ്പർട്ടി. അത് 9 മാർക്കിന് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് അതിന് മുന്നേ ഉള്ളൊരു തിയറം കോട്ട് ചെയ്തിട്ടുണ്ട്. തിയറം 3.1 there is exist a unique path in every tree എന്നുള്ളൊരു തിയറം. നമുക്കിപ്പോൾ ഓർമ്മ കാണില്ല. അപ്പൊ ആ തിയറം കൂടി അവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതി പ്രൂവ് ചെയ്താലാണ് ആ 9 മാർക്കിന്റെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. തിയറം പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ കോട്ട് ചെയ്തിരിക്കുന്ന ഈ കാര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, മാർക്ക് അനുസരിച്ചിട്ട് അത് ചെയ്യണം. അപ്പൊ ഇത്രയാണ് കണക്ടിവിറ്റി എന്ന സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ ആണ്, ഈസി ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ഗ്രാഫ്. നമ്മുടെ സീരീസിലൊക്കെ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അത്രയല്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഗ്രാഫിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാനുള്ളൂ. നമ്മുടെ അൽഗോരിതം ഒക്കെ പഠിപ്പിച്ചതുപോലെ തന്നെ വളരെ ഈസിയാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്.
നമുക്ക് 4 മെട്രിക്സ് റെപ്രസെന്റേഷൻ ഉള്ളത്. അഡ്ജസൻസി മെട്രിക്സ്, ഇൻസിഡൻസ് മെട്രിക്സ്, സർക്യൂട്ട് മെട്രിക്സ്, പാത്ത് മെട്രിക്സ്. ഗ്രാഫ് തരും, ഗ്രാഫിനെ അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷനിലാക്കാം. ഈ 4 ഗ്രാഫും വരുന്നത് 0-1 മെട്രിക്സ് ആണ്, ബൈനറി മെട്രിക്സ് ആണ്. അതിനകത്തുള്ള എലമെന്റ്സ് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അഡ്ജസൻസി മെട്രിക്സ് നമുക്ക് ആദ്യം പഠിക്കാം. അഡ്ജസൻസി മെട്രിക്സിനെ എക്സ് ഓഫ് ജി എന്നുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. Adjacency matrix is denoted by x of g. അവിടെ വരുന്നത് എലമെന്റ്സ്, മെട്രിക്സിന്റെ എലമെന്റ്സ് വരുന്നത് നമുക്ക് എക്സ് ഐ ജെ, എക്സ് ഓഫ് ജിയിലുള്ള എലമെന്റ്സിനെ എക്സ് ഐ ജെ എന്ന് പറയാം. അതിൽ എലമെന്റ്സ് വെർട്ടിസസുകൾക്കിടയിൽ എഡ്ജ് ഉണ്ടെങ്കിൽ we put 1. There is an edge between vertices vi and vj. v1 v2 v11 എന്നൊക്കെ പറയുന്നതല്ലേ. There is an edge between the vertices vi and vj. Otherwise 0. edge ഒന്നും ഇല്ലെങ്കിൽ എന്ത് കൊടുക്കണം? put 0. നോക്കിയാൽ മതി. എഡ്ജ് ഉണ്ടെങ്കിൽ 1, എഡ്ജ് ഇല്ലെങ്കിൽ 0. എഡ്ജ് ഉണ്ടെങ്കിൽ അത് നോക്കി കൊടുക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ അഡ്ജസൻസി മെട്രിക്സ് പറയാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ടൊരു ഗ്രാഫ്, 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ്, അതുപോലെ തന്നെ 4 എഡ്ജസ്. ഈ ഗ്രാഫിന്റെ ജി എന്ന ഈ ഗ്രാഫിന്റെ അഡ്ജസൻസി മെട്രിക്സിനെ എക്സ് ഓഫ് ജി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മെട്രിക്സ് ആവുമ്പോൾ, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രിക്സ് ഇസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഇൻ കോളംസ് ആൻഡ് റോസ്. റോ വൈസും കോളം വൈസും നമ്പർ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു റെപ്രസെന്റേഷൻ വിളിക്കുന്നതാണ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ആൾക്കാരെ അറിയാമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് വെർട്ടെക്സിനെ v1 v2 v3 v4, അതുപോലെ താഴത്തേക്ക് v1 v2 v3 v4. അപ്പോൾ എന്താണ്? എത്ര വെർട്ടെക്സ് ഉണ്ടോ അത് മുകളിലും താഴെയായിട്ട് റോ വൈസും കോളം വൈസും മെട്രിക്സിന്റെ റെക്ടാങ്കിൾ ബോക്സ് വരയ്ക്കാം. ഇനി ഇത്ര മാത്രം നോക്കാനുള്ളൂ. v1 to v1. v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v1 തുടങ്ങി v1ൽ തന്നെ വരുന്ന എഡ്ജ് ഉണ്ടോ? ഇതൊരു ലൂപ്പ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അതിവിടെ 0. v1 to v2 നമുക്ക് എഡ്ജ് ഉണ്ട്, എഡ്ജ് ഉണ്ടെങ്കിൽ 1. v1 to v3 എഡ്ജ് ഇല്ല, 0. v1 to v4 എഡ്ജ് ഉണ്ട്, 1 അല്ലേ. അടുത്ത റോയും അതുപോലെ തന്നെ v2 v1 എഡ്ജ് ഉണ്ട്, v2 v2 എഡ്ജ് ഇല്ല, v2 v3 എഡ്ജ് ഉണ്ട്, v2 v4 ഇല്ല, v3 v1 എഡ്ജ് ഉണ്ട്, v3 v2 ഇല്ല, v3 v3 ഇല്ല, ലൂപ്പ് ഇല്ല, v3 v4 എഡ്ജ് ഉണ്ട്, 1. ആൻഡ് സിമിലർലി ദ നെക്സ്റ്റ് റോ. ഇതാണ് ഈ ഒരു ഗ്രാഫിന്റെ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് വരയ്ക്കുക. ഇതൊരു സിമ്പിൾ ഗ്രാഫ് ആയതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയും. 8ഉം 7ഉം ഒക്കെ വെർട്ടെക്സ് വരുന്ന ഗ്രാഫിലാണ് കുറച്ചധികം വർക്ക് ചെയ്യാനുള്ളൂ. അതിന്റെ മോഡൽ പ്രോബ്ലംസ് നോട്ട്ബുക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. പിന്നെ ഇതിലെ പ്രോപ്പർട്ടീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജസൻസി മെട്രിക്സ്. പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് എല്ലാം കൃത്യമായിട്ട് നോക്കാം. അതായത് ഒരു ഗ്രാഫിന്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എല്ലാം 0 ആണെങ്കിൽ വിച്ച് മീൻസ് ദർ ഈസ് നോ, ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് ഇഫ് ദ ഡയഗണൽ എലമെന്റ്സ് ആർ ഓൾ 0 വിച്ച് മീൻസ് ഗ്രാഫിൽ നിന്ന്, അതായത് ഇതിന്റെ ഗ്രാഫ് ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ലാത്ത ഗ്രാഫ് ആണെങ്കിൽ ഇതിന്റെ അഡ്ജസൻസി മെട്രിക്സ് നോക്കി അതിന്റെ ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് v1 എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി നോക്കാനായിട്ട് അതിന്റെ കറസ്പോണ്ടിങ് റോയോ കോളത്തിലോ ഉള്ള എഡ്ജുകൾ, v1 എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി കാണാനായിട്ട് അത് നിൽക്കുന്ന റോസിലെയോ കോളത്തിലെയോ
വൺസ് കൗണ്ട് ചെയ്താൽ അതായിരിക്കും ആ വെർട്ടെക്സിന്റെ ഡിഗ്രി. അപ്പൊ നമുക്ക് നോക്കി അറിയാം V1 എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 2 ആണ്. അപ്പൊ ഇവിടെ എത്ര 1 ഉണ്ട്? 2 ones in respective straw and col. V2 ആണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിൽ എല്ലാത്തിന്റെയും ഡിഗ്രി 2 ആയതുകൊണ്ട് നമുക്ക് കാണാം അതിന്റെ റോ വൈസ് എടുത്താലും കോളം വൈസ് എടുത്താലും 2 ആയിരിക്കും. അതായിരിക്കും അതിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യം കൂടെ കൂടി കോട്ട് ചെയ്തിട്ടുണ്ട്. അത് നോട്ടിൽ നിന്ന് വായിച്ച് നോക്കുക കേട്ടോ. അതായത് നമ്മൾ ഈ മെട്രിക്സ് എഴുതുന്നതിന്റെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡയഗണലും പിന്നെ ഡിഗ്രിയാണ് മെയിൻ ആയിട്ട്. ഡിഗ്രി പറയാൻ കാരണം ഇത് പറയുന്ന ഒരു തിയറം നമുക്ക് ഈ സെക്ഷനിൽ ഉണ്ട്. ഓക്കെ, അടുത്തത് അത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. ഒരു ഗ്രാഫ് വരച്ചിടാം. അതിന്റെ അഡ്ജസ്റ്റന്റ് മെട്രിക്സ് ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഈ ഗ്രാഫിന്റെ നിങ്ങൾ എക്സ് ഓഫ് ജി എന്ന് വരച്ചു നോക്കുക. അഡ്ജസൻസി മെട്രിക്സ്. ഞാൻ ഈ ഗ്രാഫ് റിലേറ്റ് ചെയ്യുന്ന ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയാം. ഇൻസിഡൻസ് മെട്രിക്സ് അഡ്ജസൻസി പോലെ തന്നെയാണ് ഇൻസിഡൻസും. നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഒരു 0 1 മെട്രിക്സ് ആണ്. അതിന്റെ എൻട്രീസ് എലമെന്റ്സ് എല്ലാം ബൈനറി ആയിരിക്കും, 0 or 1. അപ്പൊ ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് and the matrix is denoted by A of G. Incidence matrix denote ചെയ്യുന്നത് A of G ആണ്. അപ്പൊ അതിലെ എലമെന്റ്സിനെ we can small letter AIG. 1 വരും if there is an edge incident with the vertex P, otherwise 0. നമ്മുടെ ഗ്രാഫില് വെർട്ടെക്സും എഡ്ജസും തമ്മിലാണ് നോക്കുന്നത്. അഡ്ജസൻസി മെട്രിക്സിൽ നമുക്ക് നോക്കിയറിയാം വെർട്ടിസസും തമ്മിലുള്ള കണക്ഷനാണ് നോക്കുന്നത്. ഇൻസിഡൻസ് വരുമ്പോൾ നമ്മൾ വെർട്ടെക്സും എഡ്ജസും തമ്മിലുള്ള റിലേഷനാണ് നോക്കുന്നത്. അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഞാൻ ഇതിന്റെ ഈ ഒരു ഗ്രാഫിന്റെ ഇൻസിഡന്റ് മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ചെയ്തത് വെർട്ടീസസ് സെറ്റിനെ ഇതുപോലെ കോളമായിട്ട് റോ വൈസ് ലിസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ ടോട്ടല് 6 വെർട്ടീസസ് ഉണ്ട്. 6 വെർട്ടീസസ് ലിസ്റ്റ് ചെയ്യാം. ടോട്ടൽ 8 എഡ്ജസ് ഉണ്ട്. എഡ്ജസ് ലിസ്റ്റ് ചെയ്യാം. ഇവിടെ തികയില്ല, 8 ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് മെട്രിക്സ് റെക്ടാങ്കുലർ ബോക്സ് കൊടുക്കുക. V1 എന്ന വെർട്ടെക്സും E1 എന്ന എഡ്ജും ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ we put 1, otherwise 0. Here V1 is incident with that edge E1, so we put 1. V1 is also incident with E2, also put 1. അല്ലേ? അങ്ങനെ V1 പിന്നെ ഇൻസിഡന്റ് ചെയ്തിട്ടുള്ളത് V6 ആണ്. E6 എന്നുള്ള എഡ്ജാണ്. Then we put E6 ന്റെ അവിടെ 1 കൊടുക്കുക. All others are 0. Okay. Similarly, ഈ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ പ്രോബ്ലം നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഇത് കുറച്ചിങ്ങനെ ലെങ്തി ആയി പോയ ഗ്രാഫ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം അടുത്ത ദിവസം കംപ്ലീറ്റ് ചെയ്യാം. ഇൻസിഡൻസ് നിങ്ങൾ ഇത് ഹോംവർക്ക് അഡ്ജസൻസി കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ദിവസത്തെ സാറ്റർഡേയുടെ ക്ലാസ്സിൽ ഇൻസിഡൻസും സർക്യൂട്ടും പാത്ത് മെട്രിക്സോടെ പഠിപ്പിക്കാം.